നമസ്കാരം കൂട്ടുകാർ, ഇന്ന് നമ്മൾ പോകാൻ പോണത് തൃശ്ശൂർ ജില്ലയിലുള്ള പ്രകൃതിയുടെ മനോഹരമായ ഒരു സ്ഥലമായ പീച്ചിപ്പാടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് വരുമ്പോൾ കുതിരാന്ന് എത്തുന്നതിന് മുമ്പ് വാണിയമ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ കേസ്. അപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നേരെ കാണുന്ന ഒരു സ്കൂളുണ്ട് കേട്ടോ കേസ്. ഈ സ്കൂളിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് പിടിച്ചിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ റബ്ബർ തോട്ടങ്ങളാണ്, ഒരു റബ്ബർ പ്ലാന്റേഷനൊക്കെയാണ് കേസ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ കുറേ ദൂരം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ചെറിയൊരു കട കാണും. നേരെ റൈറ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് പീച്ചിപ്പാടത്തിലേക്ക് നേരിട്ട് എത്താൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കാണ്ടേ കേസ്. അപ്പോൾ എന്തായാലും ഈ കട കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കടകളുണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ചായയോ കടിയോ എന്തെങ്കിലും നമുക്ക് കഴിച്ചിട്ട് നമുക്ക് നേരെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ പീച്ചിപ്പാടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ട് കേസ്. അപ്പോൾ പോകുന്ന വഴികളൊക്കെ നല്ല മനോഹരമായിട്ടുള്ള വഴികളാണ് കേട്ടോ. റബ്ബർ പ്ലാന്റേഷനാണ് രണ്ട് സൈഡും. അങ്ങനെ നമ്മൾ കേരളത്തിൻ്റെ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പീച്ചിപ്പാടത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മനോഹരമായ പീച്ചിപ്പാടം. പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പച്ചപ്പും ശുദ്ധവായുവും ശാന്തമായ അന്തരീക്ഷവും കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫിക്കും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി പ്ലേസാണ് കേട്ടോ ഈ പീച്ചിപ്പാടം. അപ്പോൾ നല്ല മഴ കിട്ടുന്ന സമയത്ത് ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. ഈ പാടം മുഴുവൻ വെള്ളമായിരിക്കും. ഈ കാണുന്ന ഭാഗത്ത് ഫുള്ളും വെള്ളമായിരിക്കും. അപ്പോൾ ഇവിടെ തോണി സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ അതിമനോഹരമായ ഒരു സ്ഥലമാണെങ്കിൽ കൂടിയും മഴക്കാലത്ത് വരുന്നവർ ശ്രദ്ധിച്ചിട്ട് വേണം കേസ് വരാൻ വേണ്ടിയിട്ട്. കാരണം ചില സ്ഥലങ്ങളിൽ കുഴികളൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വരിക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യട്ടെ കേസ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.